ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ ചെടിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചതാണ്. അപ്പോൾ ഒരിത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ചത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ വെള്ളം കുടിച്ചിട്ടൊന്നും എനിക്കിങ്ങോട്ട് വലിയൊരു സുഖമായില്ല. ചൂടുവെള്ളം തണുത്തിക്കണ്. അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാനൊരിത്തിരി ചായ ഇട്ട് കുടിച്ചിട്ട് ആകാൻ ബാക്കി പണിയെന്ന് വിചാരിച്ചേ. ഒരു തുള്ളി ചായയും കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ് ഓർമ്മയുള്ളൂ. ഒരു 2-3 സിപ്പ് കുടിച്ചിട്ടുള്ളതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണൊക്കെ നോക്കിക്കാണ്ട് ഇനി കൂടി അവിടെ വെച്ചതാ. പക്ഷേ വെച്ചപ്പോൾ ഒരിത്തിരി പാളിപ്പോയി. അതുകൊണ്ട് എന്താ ഗ്ലാസ് പൊട്ടാതെ കിട്ടി. ചായ മുഴുവൻ പോയി. ആ ചായ കുടിക്കാനുള്ള യോഗല്ല അമ്മിണിയേ. താൽക്കാലികം ആ പായം കണ്ട് മടക്കി വെച്ച് ഞാൻ വീണ്ടും നമ്മളെ കിച്ചണിൽ കയറി. വൈകുന്നേരത്തിന് ഒരു 3:30 ഒക്കെ ആയിക്കണം കേട്ടോ ഇപ്പൊ സമയം. അപ്പം വൈകുന്നേരത്തിന് 4 മണിക്കൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനി. അപ്പൊ ഇന്നലെ കുറച്ച് ക്യാരറ്റ് കൊണ്ടുവന്നപ്പോൾ നീമോള് പറഞ്ഞിട്ടുണ്ടേനി ക്യാരറ്റ് ഹൽവ. അത് പിന്നെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. സൂര്യേട്ടനാണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ്നെസ്സിൽ കത്തിച്ചൊലിക്കണം കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താ നല്ല ചൂടുണ്ടോ? ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയാൽ പറയും വേണ്ട. ഒന്നായിട്ട് ആവി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വല്ല പുഴുങ്ങാൻ വെച്ച മാതിരിക്കത്തെ അവസ്ഥയാണ്. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ. ഇതിൻ്റെ തൊലി തന്നെ കാണുമ്പോൾ വെച്ച് സങ്കടമാകുവേ. ആ പീലർ വെച്ചിട്ടാകുമ്പോഴേ നല്ലോണം അങ്ങോട്ട് പോലും ചെയ്യും. എന്നാൽ പിന്നെ കയ്യിൽ വെച്ച് ചുരണ്ടിയെടുക്കാനാണെങ്കിൽ ഇപ്പോൾ അതൊരു മടിയായും ചെയ്തിട്ട്. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കേക്കെടുക്കട്ടെ കേട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കലാണ് കുറച്ചൊരു വലിയ പണി. അതെനിക്ക് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. അപ്പം അത്ര കഷ്ടപ്പെടണ്ടെന്ന് വെച്ചെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വല്ല ഒന്ന് വേവിച്ചിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തൽക്കാലികം നമ്മളെ മറ്റേ സുനാമാക്കി ഉണ്ടല്ലോ, ആ ഒരു പീലർ അത് ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചേ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങൾ നിന്നാൽ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാവും, ആ ഒരു ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ വേഗം ഇതാക്കിയിട്ട് അങ്ങനെ എടുത്തേക്കാണ്ട് ചെയ്യാം. അപ്പം അതിക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരാളല്ല 2 ആൾ മിൽക്ക് മെയ്ഡ് വാങ്ങാൻ പോവാണേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പീടികക്കാണ് കേട്ടോ പോണത്. ഓനെ കാക്കൂൻ്റെ അടുത്ത് ആക്കികള കാക്കു അതവിടെ ഇരിക്കണം. ക്യാരറ്റ് ഇതാ ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ 3 ഉണ്ട് കേട്ടോ. എപ്പോൾ ഉണ്ടാക്കുമ്പോഴേ ഒരു പരാതിയാ. എന്താ കുറച്ചുണ്ടാക്കിയണേ, കുറച്ച് തോനുണ്ടാക്കി കൂടിനോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതാ ഞാൻ ഇപ്രാവശ്യം കുറച്ച് തോനാക്കി കേട്ടോ. പക്ഷെ എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു തോന്നൽ എനിക്ക് അപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിളങ്ങുന്ന പാത്രം വല്ലപ്പോഴും അല്ലേ എടുക്കലുള്ളൂ. അതുകൊണ്ട് ആ തിളക്കം എപ്പോഴും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തിളങ്ങിക്കൊണ്ട് നീക്കാരം. പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോഴൊക്കെ ഈ പാത്രം കാണുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി പാത്രമാണ്. കാരണം നമുക്കൊരു ബിരിയാണിയൊക്കെ വെക്കാനും എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഒരു കിലോൻ്റെ അടുത്ത് ഒരു 2-3 നാഴിക റൈസ് വേവിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിയിലാണ്. നല്ല ഒതുക്കത്തിലുള്ളൊരു പാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പം നല്ല കട്ടിയും കനല്ലേ അകാരോൻ്റെ പാത്രമാണ്. അപ്പം ഞാൻ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടേ പിന്നെ എനിക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പാല് കട്ട കൊടുക്കാനും ചേർത്തിട്ടാണ് കേട്ടോ ആ ഒരു ലാസ്റ്റ് ഒരു വെള്ള കണ്ടം ചാടിയത്. പിന്നെ അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. എനിക്ക് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്തപ്പോൾ അതിൽ മധുരം കമ്മിയായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടേനി. കാരണമൊന്നുമല്ല, പിന്നെ ഈ മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് എനിക്ക് ഇതിൽ കൊഴുക്കാൻ കിട്ടൂല. മിൽക്ക് മെയ്ഡ് എപ്പോൾ വാങ്ങിയാലും ഒരിത്തിരി ഒരു 1/4 ഭാഗം ഓൽക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള് മക്കൾക്ക് കേട്ടോ. അപ്പം കുറച്ച് ഓല് അടിച്ച് മാറ്റിയിട്ടുണ്ടേനി. ബാക്കി ഞാനിതിൽ ഒഴിച്ചെടുത്തു. പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് എന്താ അടച്ചു വെച്ചിട്ടേ, ചെറുതായിട്ടില്ല അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി.
അങ്ങനെ ഇതാ നമ്മളെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല, നെയ്യും ചേർത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്ത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾക്കൊരു പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും അങ്ങനത്തെ സംഗതികളൊക്കെ വെച്ചിട്ട് സെറ്റൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ അതൊന്നും ഇപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ പാത്രം കെട്ടി നിൽക്കുന്നുണ്ട്, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചും കഴിക്കാം, അതിനും നിന്നിട്ടില്ല. ഞാൻ അവൾക്ക് പാത്രമൊക്കെ കൊണ്ടുവന്നവൾക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തേ. ലാസ്റ്റ് എനിക്ക് കുറച്ച് മറ്റേ JCB കൊണ്ട് മാതിരി കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ഞാനും കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കളും ഇത് കഴിച്ച് വെള്ളം കുടിച്ചു. നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടായതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ പോവുകയും കേട്ടോ. റോഡ് കൂടെ പോണവരോട് പോയിക്കോളി എനിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പോകൂല അത്രക്ക് ബഹുമാനം എന്നോട്. പിന്നെ 4 മണിക്ക് ശേഷമല്ല ഞങ്ങൾ മെയിൻ ഉലാത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ട്രൗസറും കുപ്പായം കാളിയും പോത്തുവാണെങ്കിലും ചെരുപ്പ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ചെരുപ്പിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള ചെരുപ്പുകളാണ് ഞങ്ങൾക്ക് എപ്പോഴും യോജിക്കുക കേട്ടോ. അപ്പോൾ വലിയ ചെരുപ്പ് നീയക്കുട്ടിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് സമയമൊക്കെ അതിലൊന്ന് ഓനെയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ കഴിഞ്ഞ് ഞാൻ കിച്ചണിക്ക് തന്നെ എത്തിക്കണേ. ഇപ്പോൾ ഉച്ചക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. ഉച്ചക്കത്തെ കറി ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക് തക്കാളിയും കറിയൊക്കെ വെച്ചിട്ടുണ്ടേനി, അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചക്ക് മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉണക്കലുണ്ടേനി, അപ്പോൾ അത് വൈകുന്നേരത്തിന് പൊരിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഉണക്കലിൻ്റെ ഉപ്പ് പോകാൻ എന്താ കാട്ടുക എന്ന് ഒരു കമൻറ്റ് ഉണ്ടേനി. കുറച്ച് മുമ്പ് ഞാൻ ഉണക്കലിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ, മീൻ മുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അധികമുള്ള ഉപ്പൊക്കെ വെള്ളത്തിൽ അലിഞ്ഞോളും. പിന്നെ നമ്മളൊരു 3-4 പ്രാവശ്യം കേൾക്കുമല്ലോ, അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ പോയി കിട്ടും. പിന്നെ ഒരു പാകത്ത് ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർക്കില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. ചിലർ പുളിവെള്ളത്തിലിടും, ഓവർ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പുളിവെള്ളത്തിലിടുക. പിന്നെ പേപ്പർ കഷ്ണങ്ങളുണ്ടല്ലോ, അത് പിച്ചി ചീന്തിയിടുക, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഞാനതൊന്നും ചെയ്യലില്ല. കുറച്ചധികം സമയം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുക, അത്ര തന്നെ ചെയ്യലുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് മസാലയൊക്കെ പറ്റി നിൽക്കണേ. മസാല ഒന്നുമില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം. പിന്നെ ഉപ്പ് ചേർക്കൂല, ഉണക്കലിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുഞ്ഞുട്ടിക്ക് ഉണക്കൽ പൊരിക്കുമ്പോൾ അതിലൊരു 2 മുളക് കടിച്ചാൽ കിട്ടണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മസാല പുരട്ടണ സമയത്ത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുരട്ടുക. അല്ലാതെ സെപ്പറേറ്റ് കീറിയിട്ടാൽ അതിക്കൊരു മുളക് പിന്നെ ഓൾറെഡി അത് മുളകാണല്ലോ. അജിയോ ഹിഫുദോദേ പൊട്ടി തെറിച്ചു ഇങ്ങോട്ട് നിക്ക് ആ പൊട്ടി തെറിച്ചു. മീനാണേ നമുക്ക് പോകാം ഇനി മറിച്ചിടാൻ വന്നാൽ മതി. പോരെ നമുക്ക് അപ്പഴത്തേക്ക് പോകാം. ഇവിടെ പിന്നെ എപ്പോൾ ഉണക്കൽ വാങ്ങുകയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി തളമീനാണ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തള. അത് അതില്ലെങ്കിലുള്ളൂ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പിടിച്ചിരുത്തു കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഈ ചിഹ്നങ്ങൾ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോൾ ഓക്ക് കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഉള്ള കുറച്ച് എഴുതാനും കുറച്ച് ബാക്കി ഒരു 2-3 സെൻറ്റൻസ് അതിൻ്റെ ഇടയിൽ ഞാൻ ചിഹ്നങ്ങളൊക്കെ വിട്ടിട്ട് ആ ചിഹ്നങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ അങ്ങനെയുള്ള കുറച്ച് അൽക്കുലത്തെ പണികളൊക്കെ ഓൾക്ക് ഏൽപ്പിച്ച് കൊടുത്തിക്കണം കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് സമയം അയിമലിങ്ങനെ പോയും ചെയ്തോളും. എന്നാൽ പിന്നെ രണ്ടാൾക്കും ഓരോരോ പണിയെടുത്ത് ഞാൻ പിന്നെ ഇവിടെ മടക്കി വെക്കാനുള്ളതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ ഓലും വന്ന് എന്നെ സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസം തുണികൾ അലക്കുമോ എന്നുള്ളത്. ഹുസൈൻകുട്ടൻ്റെ കൊണ്ടുവച്ചോ ഹുസൈൻകുട്ടൻ.
അപ്പോൾ തുണികൾ ഞാൻ എല്ലാ ദിവസവും അലക്കലുണ്ട്. അന്നന്നത്തത് അന്നന്ന് തന്നെ അലക്കും. പിന്നെ എന്തെങ്കിലും വല്ല വയ്യായികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അലക്കാതെ നിൽക്കുക കേട്ടോ. കാരണം ഇന്നത്തെ ഒരു ദിവസത്തെ അലക്കാതെ നമ്മൾ വെച്ചാൽ നാളെ അത് ഡബിളായിട്ട് നമുക്ക് പണി കിട്ടും. അപ്പം അതിലേറെ നല്ലത് അന്നന്നത്തെ അന്നന്ന് അലക്കിയെടുക്കലാണ് ഞാൻ ചെയ്യുക. ആ കാര്യത്തിൽ ഞാൻ വലിയ മടിയൊന്നും കാണിക്കലില്ല. പക്ഷേ അന്നന്ന് മടക്കി വെക്കാൻ ചില സമയങ്ങളൊക്കെ മടിയേക്കാരം കേട്ടോ. ഇതിപ്പോൾ ഇന്ന് തന്നെ മടക്കി വെച്ചു. ചില ദിവസം ഈ മേശമ്മ കൊണ്ടുവന്നിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ മടക്കും. ചിലപ്പോൾ രാവിലെ മടക്കാൻ കൂടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തതും കൂടി കൂട്ടിയിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ ദിവസം മടക്കി വെക്കുക. അങ്ങനെയൊക്കെ കാട്ടലാണ് കേട്ടോ ഞാൻ. ഇപ്പൊ ഈ റൂമാണ് കേട്ടോ വെക്കേഷൻ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കണ ഒരു റൂം. ഈ റൂമൊക്കെ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഞാൻ തലമിന്നും. അച്ചാദ്യാണ് ഈ റൂമിന്റെ അവസ്ഥ. അലമാരൊക്കെ കണ്ട പോലെ കുറ്റിയും പറിച്ച് മണ്ടാൻ നിൽക്കണ മാതിരിയാണ്. എത്ര ഒതുക്കി വെച്ചാലും അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊന്നും അതേമാതിരി നിൽക്കേ ഇല്ല കേട്ടോ. ചില ദിവസമൊന്നും ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പണി നോക്കി പോകും. ഇന്നിപ്പോ ഇപ്പച്ചി കുറച്ച് നേരം വൈകിയാണ് കേട്ടോ പണിയേരി വന്നിക്കണത്. ഇപ്പച്ചി എപ്പ വന്നാലും എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുക്കാണ്ടാവും കേട്ടോ ഇപ്പച്ചിനോട്. എന്തിനാക്കി തന്നെ അതില് ഭൗതി മുക്കാലും ഒന്നും ഇപ്പച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ. എന്നാലും ഓന്റെ മുന്നിൽ വലിയ ആളെ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനക്ക് കണ്ട് മോളെ കണ്ട് കൊടുക്കും. ഒരു കച്ചേരിക്കിലെ വജ്ജാണ് ഇപ്പൊ വഴി മാറിപ്പോയത്. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പാട്ടായി ബൈത്തായി പറയുന്നില്ല. മണ്ടി പോയി കണ്ട് ഉമ്മച്ചിന്റെ കുറ്റം പറഞ്ഞല്ലോ. എന്താ ഉമ്മച്ചിനെ പറ്റി പറഞ്ഞു? ഉമ്മച്ചി ആട്ടി ഉമ്മച്ചി എന്താടാ കാട്ടി തന്നെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ട് ജനു. അങ്ങനെ പറയാലതൊക്കെ പറഞ്ഞ് ഓന് നിർവൃതി ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് അജിക്കുട്ടൻ വിരുന്ന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഓന് 2 ദിവസമായി വിരുന്ന് പോട്ടേയും ചോദിക്കുന്നുണ്ട്. അപ്പൊ നാളെ മദ്രസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിരുന്ന് പറഞ്ഞയച്ചതാണ്. ചായ ഞാൻ 4 മണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിൽ കുഞ്ഞുട്ടിക്ക് ചായ എന്തായാലും വേണേ. അതിൽ കുഞ്ഞുട്ടിക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനൊരിത്തിരി അടിച്ചു മാറ്റി ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായ കണ്ടാൽ പിന്നെ ഒരിത്തിരി കുടിക്കണം. അത് എപ്പോഴൊന്നുമില്ല, ഒരു 4 മണിക്കും പിന്നെ രാവിലെയും. അതിൻ്റെ ഇടയിലൊന്നും ചായ കുടിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരിത്തിരി നേരം പുറത്ത് വന്ന് കാറ്റും കൊണ്ടിരിക്കാന്ന് വിചാരിച്ചപ്പോ ഓനും അങ്ങനെ വിചാരിച്ച് എൻ്റെ മടിയിൽ കുറച്ചു നേരം വന്നിരിക്കാന്നുള്ളത്. എന്നിട്ട് പിന്നെ ഓന്റെ വക ഓരോ പരിപാടികളായി. പിന്നെ വൈകുന്നേരത്ത് കുഞ്ഞുട്ടിക്ക് ചൂടുള്ള ചോറ് വേണം. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചെങ്കിൽ രാവിലെ നമ്മൾ ചോറ് വെക്കുമല്ലോ, അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ കുറച്ച് ഊറ്റി മാറ്റും. എന്നിട്ട് പിന്നെ അത് വൈകുന്നേരത്ത് ഒന്നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. ചോറാണെങ്കിൽ ചോറ്, കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അങ്ങനെ. അപ്പം ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ പണി ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ സമയം വൈകിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചോറ് നാനൊന്നും ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു നല്ല പോലെ വെള്ളത്തോടുക്കിന് ഒരു ഇത്തിരി കഞ്ഞിയൊക്കെയാണ് ആള് കുടിക്കുള്ളൂ. അപ്പം നമുക്ക് കഞ്ഞി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോഴാണ് ഇവിടെ വരുത്താൻ നിങ്ങളെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിക്കണമെങ്കിൽ ഞാൻ ഈ ട്രൈപോഡൊക്കെ എടുത്ത് മടക്കി വെച്ചേരേ എന്നും പറഞ്ഞാണ്ട് എൻ്റെ പിന്നാലെ വന്ന് നടക്കണ കണ്ടു കേട്ടോ. മടക്കി വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ ട്രൈപോഡ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഞാനത് വേഗം വാങ്ങി മടക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇന്നിപ്പോ ഈവനിങ് വ്ളോഗ് ആയതുകൊണ്ടേ വല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല വീഡിയോക്ക്. കാരണം എനിക്ക് ലൈറ്റ് ഇല്ല കേട്ടോ, റിം ലൈറ്റ് ഇല്ല. ഇൻഷാല്ലാ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ടാണ് ഞാൻ രാത്രി വീഡിയോസ് അധികം എടുക്കാത്തത് കേട്ടോ. കാരണം അപ്പം ഇങ്ങനെ ഒരു ഗുമ്മുണ്ടാവില്ല കാണാൻ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.